ഹായ് എവരിവൺ, molbinstaste എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ക്രിസ്മസ് ഒക്കെ അടുത്തില്ലേ? അപ്പോൾ ക്രിസ്മസിൻ്റെതായിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതായത് ഗോട്ട് മപ്പാസ്. അതെല്ലാവരും ഒരുപോലെ അല്ല ഉണ്ടാക്കുന്നത്, പല രീതിയിലാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ രീതിയിലാണ് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് 2 കിലോ ഇറച്ചി നല്ലപോലെ കഴുകിയെടുത്താണ് കുക്കറിലേക്ക് ഇടുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനിഗർ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഒരു കപ്പ് വെള്ളം, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നമുക്കിനി വേവിച്ചെടുക്കാം. രണ്ട് കിലോ ഇറച്ചിക്ക് ഒരു 5 വിസിൽ വരെ നമുക്ക് വെക്കാം. അപ്പം 5 വിസിൽ കഴിഞ്ഞു, സ്റ്റീമെല്ലാം പോയിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മൾ ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ഇറച്ചിയെല്ലാം നല്ലൊരു വെന്തിട്ടുണ്ട്. ഇനി ഞാനിത് അടുത്ത ഒരു പാനിലോട്ട് മാറ്റുവാണ് കേട്ടോ. ഇത് 2 മീഡിയം പൊട്ടറ്റയാണ്. ഇത് ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇറച്ചിയിലോട്ട് ഇടാം. ഇതൊരു 3 വലിയ പച്ചമുളകാണ്, അത് നടുവേ കീറിയതാണ്. അത് ഇതിലേക്ക് നമുക്കിടാം. കാരണം കുക്കറിൽ ഇടാഞ്ഞത് അത് വെന്ത് ഇതായി പോകും, അതുകൊണ്ടാണ് ഇപ്പം ഇടുന്നത്. ഇതൊരു 2 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ. അതിലേക്ക് ഒഴിക്കുക. അടുത്തത് 15 cashew ഞാനിങ്ങനെ ഇതുപോലെ അടിച്ചെടുത്തതാണ്, അതിൽ ഞാൻ ചേർക്കുകയാണ്. ഇത്ര നേരം നമ്മൾ തീ കത്തിച്ചിട്ടില്ലാണ്, തീ കത്തിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തു. ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതെല്ലാ ഇൻഗ്രീഡിയൻസും കൂടി യോജിച്ച് വരട്ടെ. അപ്പം നമ്മളുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ വെള്ളത്തിൽ കലക്കിയതാണ്, അത് ഒഴിക്കുക. അത് നല്ല തിക്നെസ്സും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. വീണ്ടും ഞാൻ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കറി താളിച്ചൊഴിക്കാം. ഇനി നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ, നല്ലപോലെ വെട്ടി തിളക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ 1 ടീസ്പൂൺ ഷുഗർ ഇടുകയാണ്. ഞാൻ ബ്രൗൺ ഷുഗറാണ് ഇടുന്നത്, ഏത് ഷുഗറായാലും കുഴപ്പമില്ല. അതിനൊപ്പം തന്നെ 1 ടീസ്പൂൺ വിനീഗറും കൂടി ഇടുക. അതിനൊപ്പം തന്നെ 1 ടീസ്പൂൺ വിനീഗറും കൂടി ഇടുകയാണ് കേട്ടോ. ഇനി ഞാൻ അടുത്ത സ്റ്റൗവിലോട്ട് വെക്കുവാണിത്. എന്നിട്ട് നമുക്ക് താളിച്ചിടാം. പാൻ അടുപ്പത്ത് വെക്കുക. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് വെച്ച് കൊടുക്കുക. പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയോ നെയ്യോ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതൊരു തക്കോലം, 2-3 ഗ്രാമ്പും ഉണ്ട്, പിന്നെ ഒരു 5 ഏലക്ക കാണും, 6 ഏലക്കയുണ്ട്, ഒരു നുള്ള് വലിയ ജീരകം, പിന്നെ ഇത്രയും കറുവാപ്പട്ട എണ്ണയിലോട്ട് ഇടുക. അതിനൊപ്പം തന്നെ കുറച്ച് കുരുമുളകും. ഞാൻ മൂത്ത് വരട്ടെ. അപ്പം നമ്മുടെ ഓൾ സ്പൈസ് നല്ലൊരു മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു മീഡിയം സവാള ചെറുതായി അരിഞ്ഞ് ഇടുക. അതിലേക്ക് ഒരു നുള്ളുപ്പ് ഇടുകയാണ്. സവാള ഒന്ന് നല്ല മൊരിഞ്ഞു. അതിനൊപ്പം തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇപ്പോഴാണ് ചേർക്കുന്നത്. ഇറച്ചിയുടെ കൂടെ ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ ഫ്രഷ് ടേസ്റ്റ് കിട്ടാനും കൂടി നല്ലതാണ് നമ്മൾ താളിക്കുമ്പോൾ ചേർക്കുന്നത്. ഞാനിത് മൂടി വെക്കാൻ പോവുകയാണ്. ഈ ഇതൊന്ന് നല്ലപോലെ മൊരിഞ്ഞു വരട്ടെ. അപ്പോൾ കണ്ട നമ്മുടെ ഉള്ളിയെല്ലാം നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പൊടികളിട്ടു. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടാം കേട്ടോ. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് എണ്ണയും കൂടി വേണം. എണ്ണ കുറച്ച് കുറവാണ്. ഒന്ന് നല്ലപോലെ മൊരിഞ്ഞ് വരട്ടെ. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില. നമുക്കിത് കറിയിലേക്ക് ഇടാം. എല്ലാം മൊരിഞ്ഞ് വന്നിട്ടില്ല, ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഇനി കറിയിലേക്ക് നമുക്ക് താളിപ്പ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ യോജിപ്പിച്ചു കൊടുക്കും.
കണ്ടോ കറിയുടെ കൺസിസ്റ്റൻസി കണ്ടോ? ഇതുപോലെ ഇരിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം, ഒരു ലോ ഫ്ലെയിമിലോട്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഗരം മസാല വേണമെന്ന് തോന്നി. ഒരു 1/2 ടീസ്പൂൺ വിനീഗറും ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കേട്ടോ. അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എരിവും കറി മസാലയും പുളിയും ഉപ്പൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് സെർവ് ചെയ്യാം. വീട്ടിലെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.